എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നമസ്കാരം. വലിയ ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാനും പ്രഭാവർമ്മയും ദീർഘവർഷങ്ങളിലെ സുഹൃത്തുക്കളാണ്. പ്രഭാവർമ്മ മലയാളത്തിലെ വളരെ എണ്ണപ്പെട്ട കവികളിലൊരാളാണ്. 53ഓളം വർഷങ്ങളായിട്ട് നിരന്തരം കവിതകൾ എഴുതി പോരുന്ന ആളാണ്. ശ്യാമമാധവം, രൗദ്ര സാത്വികം, കനൽ ചിലമ്പ് പോലുള്ള ഗംഭീരങ്ങളായ ഖണ്ഡകാവ്യങ്ങൾ, ദീർഘ കാവ്യാഖ്യായികകൾ എഴുതിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയിൽ ഇത്ര ഗംഭീരങ്ങളായ കാവ്യാഖ്യായികകൾ എഴുതിയ കവികൾ വേറെ ഇല്ല. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. നേരത്തെ പരിചയപ്പെടുത്തുമ്പോൾ കാവ്യഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചല്ല. അദ്ദേഹം നോവലായി തന്നെ എഴുതിയ ഒരു കൃതിയാണ് ഷഡ്കാലം. ധാരാളം കാവ്യാഖ്യായികൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് നോവൽ സ്വരൂപത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിനു മുമ്പ് മറ്റൊരു നോവലും പ്രഭാവർമ്മയുടേതായിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഒരു നോവലുണ്ട്. പക്ഷേ ഈ ഷഡ്കാലം വേണമെങ്കിൽ കവിത ആക്കാമായിരുന്ന, കാവ്യാഖ്യായിക ആക്കാമായിരുന്ന ഒരു പ്രമേയമാണെന്ന് എനിക്ക് തോന്നി. ആദ്യം അത് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കും ഈ ഷഡ്കാല ഗോവിന്ദമാരാരെ കുറിച്ചുള്ള ഈ ആഖ്യാനം കവിതയുടെ ശരീരം വേണ്ട, നോവൽ ശരീരത്തിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ച ചേതോവികാരം എന്താണ്? ഞാൻ എന്തെഴുതുമ്പോഴും അതിൻ്റെ രൂപം ഏത് വിധത്തിലുള്ളതാവണം എന്നത് മുൻകൂട്ടി നിശ്ചയിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. രാധാകൃഷ്ണൻ അറിയാവുന്നതുപോലെ ഞാൻ എഴുതിയിട്ടുള്ള കവിതകളിൽ 99% വൃത്തനിബദ്ധമായിട്ടുള്ളതാണ്, ഛന്ദോബദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ വൈവിധ്യമാർന്ന വൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്യാമമാധവൻ തന്നെ ശക്തര, ശാർദൂല വിക്രീഡിതം, അനുഷ്ടുപ്പ്, ഉപേന്ദ്രവജ്ര, ഇതുപോലുള്ള സംസ്കൃത വൃത്തങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും ഒക്കെ കലർത്തി എഴുതിയിട്ടുള്ളത്. ഞാൻ ആ കവിത എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ഈ വൃത്തം തിരഞ്ഞെടുത്ത് എഴുതുന്നത് എന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് സത്യത്തിലൊരു ഉത്തരമില്ലാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ ഒരു ഇതിവൃത്തം ഉണ്ടാകുന്നു. ആ ഇതിവൃത്തത്തിന് ഒരു ഭാവം വരുന്നു. ആ ഭാവം വാർന്നു വീഴുന്നത് സ്വാഭാവികമായും ഒരു പ്രത്യേക ഛന്ദസ്സിലാണ്. അപ്പോൾ ആ ഛന്ദസ്സിൽ ആ കവിത അങ്ങനെ ഉണ്ടാവുകയാണ് എന്നേ പറയാൻ പറ്റൂ. അത് ഏതെങ്കിലും വിധത്തിൽ ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് ഇനി കുറച്ച് സ്ട്രക്ചർ എഴുതാം, ഇനി കുറച്ച് അനുഷ്ഠിപ്പ് എഴുതാം എന്നൊന്നും കരുതിയല്ല. അത് ആ വൃത്തത്തിൽ അങ്ങനെ വാർന്നു വരികയാണ് മനസ്സിൽ നിന്ന്. അതിൻ്റെ സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ ഞാൻ എന്നെ അങ്ങ് വിട്ടുകൊടുക്കുന്നു എന്നേ പറയാൻ പറ്റൂ. ഇപ്പം നോവലിൻ്റെ കാര്യം എടുത്താലും ഞാൻ എന്തുകൊണ്ടിത് ഒരു കാവ്യാഖ്യായിക എഴുതിയില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്, സാങ്കത്യമുള്ളതാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഞാനൊരു നോവൽ എഴുതാം എന്ന് കരുതിയിരുന്നിട്ടില്ലേ. ഈ ഇതിവൃത്തം അതിൻ്റെ സവിശേഷമായ ആ ഭാവത്തോടുകൂടി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നത് ഈ വിധത്തിലാണ് എന്നേ പറയാൻ പറ്റൂ. വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരന് ഒരു സാഹിത്യ സംവാദ വേദിയിൽ പങ്കെടുക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, വൈ ഡു യു റൈറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത്? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇഫ് യു ആസ്ക് ഐ നോ നോട്ട്, ഇഫ് യു ഡു നോട്ട് ആസ്ക് ഐ നോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കൊരു മറുപടി പറയാനില്ല, ഒരു ഉത്തരം എനിക്ക് പറയാനില്ല. അങ്ങനെ ചോദിക്കാതിരുന്നാലോ എൻ്റെ മനസ്സിൽ ചില ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട് താനും. ആ മനസ്സിലെ ഉത്തരങ്ങൾ എന്താണ് എന്ന് വേണമെങ്കിൽ സ്വാഭാവികമായും ചോദിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വൃത്തനിബദ്ധമായിട്ട് ആണ് ഞാൻ പൊതുവെ കവിത എഴുതുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കവിതയുടെ ഒരു ഫോർമാറ്റിനെ, അതിൻ്റെ ഒരു പാറ്റേണിനെ, അതിൻ്റെ ഒരു മോഡലിനെ ഒക്കെ ഡിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഇതിവൃത്തമാണിത് എന്നെനിക്ക് തോന്നി. അപ്പോൾ കവിതയുടേതായ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് പകരം ഇത് മറ്റൊരു രൂപം ആർജിക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സ് ഏത് വഴി ചൂണ്ടിക്കാണിച്ചോ ആ വഴിയെ ഞാൻ നടന്നിട്ടുണ്ടാവും. അതുമാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായും ഇത് ഛന്ദോബദ്ധമായ ഒരു ഗദ്യമാണെന്നാണ് ഞാൻ പറയാം. അത്ര കാവ്യാത്മകമായ ഗദ്യശൈലിയിൽ എഴുതപ്പെട്ട നോവലാണ് ഷഡ്കാലം. ഷഡ്കാല ഗോവിന്ദമാരാരെ കുറിച്ചൊരു മിത്ത് പോലെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. 6 കാലങ്ങളിൽ പാടാൻ കഴിഞ്ഞിരുന്ന ഒരാൾ,
സത്യത്തിൽ അങ്ങനെ ഒരാൾക്ക് പാടാൻ കഴിയുമോ എന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. 4-ാം കാലം വരെ പാടുന്നവരെയൊക്കെ നമുക്കറിയാം. 6-ാം കാലത്തിൽ അത്ര ദ്രുതമായിട്ടും പാടാൻ കഴിയുമോ? അതല്ല ഇതിൽ അന്വേഷണം. അതിലെ അംബാലിക എന്ന കഥാപാത്രം തീർച്ചയായും കഥാകാരൻ്റെ സ്വന്തമായിരിക്കും. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടില്ല, അതിലങ്ങനെ ഒരു കഥാപാത്രവുമില്ല. പക്ഷെ അതിൻ്റെ അവസാനത്തിൽ നിർവഹണത്തിൽ കവി പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ അല്ല ഗാനം, ശരീരത്തിൻ്റെ അല്ല നൃത്തം. അസാധാരണമായ ഒരു ദർശനമാണ്. ശരീരനിഷ്ഠമല്ല അത്. അവസാനം ജലസമാധിയിലേക്ക് ഷഡ്കാല ഗോവിന്ദമാരാർ പോകുമ്പോൾ ആ ജലത്തിന് മുകളിൽ തന്നെ നൃത്തം വയ്ക്കുന്ന അംബാലികയുണ്ട്. ഇത്രമേൽ കാവ്യപൂർണമായ ഒരു നിർവഹണം ഞാൻ വായിച്ച ഒരു നോവലിലുമില്ല. ഇങ്ങനെ ഒരു വിഷൻ, അത് കവിതയുടെ വിഷനാണ്. നോവലിലേക്ക് കവിതയുടെ ദർശനത്തെയും കവിതയുടെ ശരീരത്തെയും ഒരു പുതിയ അനുപാതത്തിൽ വിളക്കി ചേർത്തിരിക്കുകയാണെന്ന് ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. ഞാനതിന് മറുപടി ഓർമ്മയോട് ചോദിക്കാൻ നിർത്തിയില്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു സവിശേഷമായ അർത്ഥത്തിലേക്ക്, ശരീരത്തിൻ്റെ അല്ല നൃത്തം, ശരീരത്തിൻ്റെ അല്ല ഗാനം എന്നൊരു വലിയ സ്പിരിച്വലായ ആത്മീയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മതാത്മക ആത്മീയതയല്ല, മനുഷ്യ പ്രകൃതി ബോധത്തോടു കൂടിയ ആത്മീയത ഈ നോവലിലുണ്ട്. അതെങ്ങനെ അങ്ങക്ക്, ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കുമോ നിഷേധിക്കുമോ? അടിസ്ഥാനപരമായി ഞാനൊരു കവിയാണ് എന്നതാണ് എൻ്റെ വളരെ വിനയാന്വിതമായ ഒരു അവകാശവാദം. അപ്പോൾ അടിസ്ഥാനപരമായി കവിയായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ചിന്തകളിൽ, എൻ്റെ ഭാവനകളിൽ, ഞാൻ എഴുതുന്നതിലെ ഒക്കെ തന്നെ ഒരു കാവ്യാത്മകതയുടെ എന്തോ ഒരു സെലസ്റ്റിയൽ ടച്ച് വന്നുപെടാം. അതായത് ചന്ദനമരത്തിൻ്റെ ഏത് ഭാഗം എപ്പോൾ മുറിച്ചാലും അതിൽ നിന്ന് ചന്ദനഗന്ധം എന്ന് പറയുന്നത് പോലെ കവിയായിട്ടുള്ള ഒരാൾ എന്തെഴുതിയാലും അതിൽ കവിതയുടേതായ ഒരു ഭാവാന്തരീക്ഷം വന്ന് നിറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്കുള്ളൊരു പ്രസാദാത്മകത എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവണം ഈ വരികൾ എഴുതുമ്പോൾ. കവിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങൾ അതേപോലെ നിരത്തി വയ്ക്കലല്ല കവിയുടെ ധർമ്മമെന്നൊരു വിശ്വാസം കൂടി എനിക്ക് എൻ്റെ ചിന്തകൾക്ക് അനുബന്ധമായിട്ട് കൈവരുന്നുണ്ട്. കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങൾ എടുത്തുപയോഗിക്കരുത് എന്നല്ല, പക്ഷെ കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ പദങ്ങളുടെ ഒരു സംപൃക്തത ഉണ്ടാകുമ്പോൾ തന്നെ ആ പദങ്ങളെ അതിലംഘിച്ചുകൊണ്ട്, ആ പദങ്ങളുടെ നിയതമായ അർത്ഥങ്ങളെ അതിലംഘിച്ചുകൊണ്ട് സവിശേഷമായ ചില വിനിമയ ഭാവങ്ങൾ അതിൽ ഉൾച്ചേരണം എന്ന ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. ഭിന്നങ്ങളായിട്ടുള്ള അർത്ഥഛായകൾ അത് ഉൽപ്പാദിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് എന്ന് പറയില്ലേ, ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിലേക്ക് നമ്മൾ അങ്ങനെ തളഞ്ഞു കിടന്നാൽ പോരാ. ആ സവിശേഷമായ പദം ഉപയോഗിക്കുമ്പോൾ ആ പദത്തിലൂടെ വേറെ ഒരു ഭാവലോകം, ഏതാണ്ട് ധ്വനിയുടേതായൊരു ഭാവലോകം ഉണർന്നു കിട്ടണം. ആ നിലയ്ക്കുള്ള ഒരു നിഷ്കർഷ എൻ്റെ എഴുത്തുകളിൽ അബോധപൂർവമായി എപ്പോഴും കടന്നു വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ. നൃത്തം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നർത്തകിയുടെ മനസ്സിൻ്റെ ഒരു വസന്തത്തിൻ്റെ പൂത്തുലയിലാണ്. അതുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് അരങ്ങിൽ നടക്കുന്ന നൃത്തം സദസ്സിലിരുന്ന് ആസ്വദിക്കാനും പറ്റില്ല. ഗാനം, അതിൻ്റെ നിർവഹണം എന്ന് പറയുന്നത്, ഗാനത്തിൻ്റെ ആലാപനം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു വസന്തത്തിൻ്റെ ഒരു ഉത്സവം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ സാഫല്യത്തിലെത്തിച്ചേരുന്നത്. ആ നിലയ്ക്കാണ് ആ നർത്തകിയുടെ നൃത്തം എന്ന് പറയുന്നത് ശരീരമാത്ര പ്രധാനമായ ഒന്നല്ല എന്നും ഈ ഭൗതികമായൊരു പ്രതലത്തിൽ നടക്കുന്ന ഒന്നല്ല എന്നും മനസ്സിൻ്റെ വിശിഷ്ടമായ ഏതോ അഭൗമ മേഖലകളിൽ നടക്കുന്നതാണ് എന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എന്നിൽ നിന്നുണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കും. ആ കവിയുടെ പ്രേരണകൾ ഈ നോവലിൽ ഉടനീളമുണ്ട്. ഒന്ന്, ഷഡ്കാല ഗോവിന്ദമാരാരെന്ന ഈ അത്ഭുത പ്രതിഭാധനനായ പാട്ടുകാരൻ സോപാനത്തിൻ്റെ രീതി ഉപയോഗിച്ച് 6 കാലങ്ങളിൽ കൊട്ടുകയും പാടുകയും ചെയ്ത ഒരാൾ. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു മലയാളത്തിൽ. എന്തരോ മഹാനുഭാവുലു അന്തരികി വന്ദനമുലു എന്ന് ത്യാഗരാജസ്വാമികൾ ഇദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇതൊരു ഗംഭീരമായ ഒരു ദർശനം കവി എഴുത്തുകാരൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗന്ധർവ സാന്നിധ്യം, അഭൗമവും അപരിമേയവുമായ ഒരു ഗാന സാന്നിധ്യം ഇദ്ദേഹത്തോടൊപ്പം പാടുന്നു, അദ്ദേഹത്തെ പാടിപ്പിക്കുന്നു, അദ്ദേഹത്തെ പാട്ട് പഠിപ്പിക്കുന്നു. അത് മഞ്ഞപ്പതിറ്റടിയിൽ അദ്ദേഹം നടക്കുന്ന നാട്ടുവഴിയിലാകാം, അദ്ദേഹം ഇരിക്കുന്ന കുളക്കടവിലാവാം, പുഴക്കടവിലാവാം, പ്രഭാതത്തിൻ്റെ നേർത്ത മഞ്ഞു കണികയിലാവാം. എവിടെയും ആ ഗാനഗുരു ചെറിയ പ്രായം തൊട്ട് കൂടെയുണ്ട്.
തളർന്നു വീഴുമ്പോഴും കയ്യും കാലും തളർവാദം വന്ന് തളരുമ്പോഴും പുഴയിൽ വീണ് പിടയുമ്പോഴും ഒക്കെ ജലദോഷം വരരുത് എന്ന് പറഞ്ഞ് ഉയർത്തുന്ന ഒരു ഗാനഗുരുവോ അല്ലെങ്കിൽ ഒരു കാവ്യഗുരുവോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ മുഴുവൻ പരമഗുരുവോ ആയ ഒരു സാന്നിധ്യം അവസാനം വരെയുണ്ട്. അതിൻ്റെ ഔചിത്യം അവസാനം ജലസമാധിയിലേക്ക് വീണു പോകുമ്പോഴും ആ ഗുരു അജ്ഞാതനാമാവായ കുഞ്ഞിരാമൻ നായർ പറഞ്ഞിട്ടില്ലേ, അതാണ് കാട്ടുമുല്ല പൂക്കുന്ന വാടിയിൽ കാത്തു നിൽക്കുന്ന ഇത് അജ്ഞാതനാമാവാം തോഴൻ ഇപ്പോഴും. ആ തോഴൻ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ജലദോഷം പിടിക്കരുത്. എന്തൊരു മനോഹരമായ ഒരു ശില്പമാണ് ഇതിനകത്ത് പ്രമേയത്തിലും സൗന്ദര്യത്തിൽ തികഞ്ഞ എഴുത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ ഗന്ധർവ ഗുരുവോ, എനിക്കത് പൂർണ്ണമായും പിടികിട്ടാത്ത പ്രകൃതിയിലെ തന്നെ ഒരു ഗന്ധർവ സാന്നിധ്യമോ ആയിട്ട് അതിവസാനം നിൽക്കുന്നു? അതെങ്ങനെ സങ്കല്പിച്ചു? അങ്ങനെ ഒരു തോന്നൽ എവിടെ നിന്നുണ്ടായത്? കാലം എന്ന ഈ നോവലിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജീവിതത്തെ രേഖപ്പെടുത്താനല്ല. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജീവചരിത്രമേ അല്ല ഇത് എന്ന് പറഞ്ഞാലും പോരാ. ഷഡ്കാല ഗോവിന്ദമാരാർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ജീവിച്ചിരുന്നത് എന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കടഞ്ഞെടുത്ത ഒരു ഷഡ്കാല ഗോവിന്ദമാരാരായത്. ഞാൻ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷഡ്കാലം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഏതാണ്ടൊരു വളരെ ദുരൂഹമായ ഒരു മഞ്ഞ് പടലങ്ങൾക്കൊക്കെ ഇടയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരു നേർത്ത ഗായക രൂപം ഉണർന്നു വരുമെന്ന് എനിക്കറിയാം. ആ ഒരു അവ്യക്തമായ ഏതാണ്ട് അവ്യാകൃതമെന്ന് പറയാവുന്ന വിധത്തിലുള്ള ആ ഒരു രൂപത്തെ എടുത്ത് ഞാൻ എൻ്റേതായ ഒരു വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ഷഡ്കാല ഗോവിന്ദമാരാർ ജീവിച്ചത് ഈ രീതിയിലായിരിക്കണമെന്നില്ല. ഷഡ്കാല ഗോവിന്ദമാരാർ ജലസമാധി വരിച്ച ആളൊന്നുമല്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്, വെന്നിമലയിൽ ജനിച്ചു അദ്ദേഹം. അവിടെ നിന്ന് പിന്നീട് രാമമംഗലത്തേക്ക് മാറുന്നു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് സ്വാതിരുന്നാളുടെ സദസ്സിലെത്തുന്നു. അതിനും ശേഷം തിരുവയ്യാറിലേക്ക് പോകുന്നു. ത്യാഗരാജസ്വാമികളുടെ സവിധത്തിലെത്തുന്നു. അതിനും ശേഷം അദ്ദേഹം ഷോലാപ്പൂരിലേക്ക് പോകുന്നു. ഷോലാപ്പൂരിൽ വെച്ചുകൊണ്ട് 40കളുടെ മധ്യത്തിലെപ്പോഴോ മരിക്കുന്നു. ഇത്ര മാത്രമേ അറിയൂ സത്യത്തിൽ ഷഡ്കാല ഗോവിന്ദമാരാരെക്കുറിച്ച്. ഇതിനപ്പുറത്ത് ആർക്കും ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ലിഖിതമായ ഏതെങ്കിലും ഒരു ജീവിതകഥയൊന്നുമില്ല, അതിന് ചരിത്രമൊന്നുമില്ല. അപ്പോൾ ഇത്ര മാത്രമേ അറിയൂ. അപ്പോൾ ഈ ഒരു യാത്രാരേഖ മാത്രം ഞാൻ കടമെടുത്തിട്ട് അതിലേക്ക് വളരെ സർഗാത്മകം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനയത്തോടു കൂടി പറയട്ടെ. ആ ഒരു രേഖ എടുത്തിട്ട് ആ രേഖയെ ഒരു മംഗളകരമായ ഒരു സർഗയാനമാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ എത്ര വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ആ വിധത്തിലുള്ള ഒരു മൗലികതയാർന്ന സൃഷ്ടിയാണത്. ഷഡ്കാല ഗോവിന്ദമാരാർ എന്നുള്ള പേരിൽ മൗലികത ഉണ്ടാവില്ല, ചരിത്രത്തിൽ നിന്നെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോയത് എന്ന് പറയുന്നതിൽ മൗലികതയില്ല. പക്ഷേ ഈ നോവലിൽ അദ്ദേഹം നടത്തുന്ന ജീവിതം എന്നത് തീർത്തും മൗലികമാണ്, തീർത്തും സർഗാത്മകം തന്നെയാണ്. അവിടെയാണ് ഇത് ഒരു ചരിത്രരേഖ എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് ഒരു സർഗാത്മകമായ അനുഭവമായി മാറുന്നത് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൃതി ഒറിജിനൽ ആണ് എന്ന് വരുന്നതും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രരേഖ എന്ന് മറ്റോ പറയാം. ഇതിൽ ചരിത്രമൊന്നുമില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് പോലും എല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ മാനസിക സഞ്ചാരം ഈ വഴിക്കാവാനേ ഇടയുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞപ്പോൾ ആ വഴിയിലൂടെ ആ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന കഥാപാത്രത്തെ ഞാൻ വളർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. രൂപപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അത് നല്ല നിലയ്ക്ക് സ്വീകരിക്കപ്പെടുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഉള്ള സന്തോഷം ചെറുതല്ല. അപ്പോൾ ഞാൻ ശ്യാമമാധവ് എഴുതുന്ന സമയത്ത് ഞാൻ തന്നെ ഇടയ്ക്ക് ആലോചിച്ചു, ഞാനിങ്ങനെ ഈ ശ്രദ്ധയിലും ശാർദൂല വിക്രീഡിതത്തിലും അനുഷ്ഠിപ്പിലും ഒക്കെ ഇങ്ങനെ എഴുതി പോയാൽ ഇതിൻ്റെ വിപുലമായ വായനാ സാധ്യതകളെയൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ അടച്ചു കളയല്ലേ. ഈ അനുഷ്ഠിപ്പും ശ്രദ്ധയൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകളിലേക്കല്ലേ ഇത് എത്തൂ. അതേസമയം ഇതെനിക്ക് വേണമെങ്കിൽ ഒരു നോവൽ എന്ന രീതിയിൽ എഴുതാമല്ലോ. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് കൂടുതൽ കോപ്പികൾ വിറ്റുപോകില്ലേ? വളരെ വിപുലമായൊരു വായനാ സമൂഹത്തിൻ്റെ സ്വീകാര്യത ഈ കൃതിക്ക് നേർക്കുണ്ടാവില്ലേ? ഉണ്ടാവുമെന്ന് എനിക്കറിയാം.
പക്ഷേ എനിക്ക് സ്വാഭാവികമായും ആ കവിത വാർന്നു കിട്ടിയത് ആ രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആ സ്പോണ്ടേനിറ്റിയെ തകർക്കുന്ന വിധത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടതില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അതിന് എത്ര പരിമിതിയുണ്ടോ അത് ആ പരിമിതിയോടുകൂടി തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. പിന്നീട് കണ്ണൽ ചിലമ്പ എന്ന ആഖ്യായിക എഴുതി. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ഒരു നോവൽ എന്ന രൂപത്തിൽ എഴുതിയാൽ പറ്റില്ലേ, പക്ഷേ ഇത് ആവശ്യപ്പെടുന്നത് നോവൽ എന്ന രൂപഘടന അല്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് അത് അറിയാം, കുറത്തി വൃത്തം, ആ കുറത്തി വൃത്തത്തിലൊക്കെ എഴുതിയത്. അതിനുശേഷം രൗദ്രസാത്വിക എഴുതിയപ്പോഴും, രൗദ്രസാത്വിക ആണെങ്കിൽ ഒരു പാശ്ചാത്യ ചരിത്ര സന്ദർഭ ഘട്ടമൊക്കെ ഉണ്ടതിൽ. അപ്പോൾ അത്തരം ഒരു വൈദേശികമായ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിലാണ് അത് അടയാളപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു കവിതയ്ക്ക് വഴങ്ങുമോ എന്നൊരു ഉത്കണ്ഠ എനിക്കുണ്ടായി. പക്ഷേ എൻ്റെ മനസ്സിൽ ആ കവിതയും വാർന്നു വന്നത് ഈ ഛന്ദസ്സിൻ്റേതായ രൂപത്തിലാണ്, വൃത്തനിബദ്ധമായ രീതിയിലാണ്. അതിനെ ഞാൻ അങ്ങനെ അങ്ങ് ഒഴുക്കി വിട്ടു. എന്നാൽ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജീവചരിത്രം എടുത്തപ്പോൾ എനിക്ക് ഒരു വരിയും കവിതയുടെ രൂപത്തിൽ വാർന്നു കിട്ടിയില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ ഞാൻ കാവ്യരൂപത്തിൽ ഇത് എഴുതുകയാണെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ കാട്ടുന്ന ഒരു സത്യസന്ധത ഇല്ലായ്മയാകും. അപ്പോൾ അത് ആവശ്യപ്പെട്ട ഒരു വഴിയുണ്ട്. ആ വഴി ഗദ്യത്തിൻ്റേതായിരുന്നു, ആ വഴി ഫിക്ഷൻ്റേതായിരുന്നു, ആ വഴി നോവലിൻ്റേതായിരുന്നു. ആ വഴിയിലൂടെ ഞാനങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഇതൊരു സാധാരണമല്ലാത്ത നോവലാണ്. മലയാളത്തിൽ നേരത്തെ നിങ്ങൾ വായിച്ച നോവലുകളുടെ ഘടന വെച്ചതിനെ സമീപിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനൊരു ഘടന ഇതിൽ ഈ അംബാലിക തീർച്ചയായും കൽപ്പിത കഥാപാത്രമാണ്. അംബാലികയോട് ചെറുപ്രായത്തിലുണ്ടാകുന്ന ഒരു പ്രണയം നോവലിസ്റ്റ് മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. മാരാരും വാര്യരുമായതിൻ്റെ പേരിൽ ആ അന്തരാള സമൂഹത്തിൽ അന്നേ നിലനിന്നിരുന്ന ജാതീയമായ ഒരു അകൽച്ചയുടെ കഥ കൂടി ഇതിനകത്ത് ഒരു സാമൂഹ്യ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളാണ് പ്രഭാവർമ്മ എന്ന കവി എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇങ്ങനൊരു പ്രമേയം ആവിഷ്കരിക്കുമ്പോഴും പ്രണയത്തിന്, വിശുദ്ധ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്ന ജാതീയതയുടെ ഒരു അന്തരീക്ഷം, അതിൻ്റെ കൊടിയ മർദ്ദനങ്ങൾ, അകറ്റലുകൾ, അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവധൂതനായി നാട് മുഴുവൻ തെണ്ടി അലഞ്ഞ് ഒടുവിൽ രാജാവിൻ്റെ പേരെന്താ, ശരംഭോജ രാജാവിൻ്റെ അന്തപുരത്തിൽ ക്ഷണിക്കപ്പെട്ട് ത്യാഗരാജസ്വാമികൾ നിഷേധിച്ച ക്ഷണം, രാജാവിൻ്റെ ക്ഷണം വേണ്ട, നിധിചാല സുഖമ രാമസന്നിധി സേവ സുഖമ, അത് കൃത്യമായിട്ട് ത്യാഗരാജസ്വാമികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ നിധി കൊണ്ടുകൊടുത്തപ്പോൾ നിധി ഉണ്ടായിരിക്കുന്നതാണോ സുഖം, അതോ എൻ്റെ രാമൻ്റെ സന്നിധിയെ പാടി ഇരിക്കുന്നതാണോ സുഖം എന്ന് ചോദിക്കുന്ന അതേ ഇദ്ദേഹത്തെ പോലെ തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അങ്ങനെ ഷഡ്കാല ഗോവിന്ദമാരാരെ സന്തോഷിപ്പിക്കാനായി കൊട്ടാരം നടത്തുകയും നിയോഗിക്കുകയും, അത് അംബാലികയാണ്, അത് അസാധാരണമായൊരു നാടകമാണ്. അത് വന്നു ചേരുമ്പോഴാണ് അംബാലികയാണ് ഈ കൊട്ടാരം നടത്തുകയായി എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തി പിന്നീട് വരുന്നുണ്ട്. ആ നോവലിൻ്റെ വല്ലാത്തൊരു മനോഹരമായ ട്വിസ്റ്റാണ്. അവിടെ വെച്ച് അവൾ ആവശ്യപ്പെടുന്നുണ്ട്, നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കാൻ കഴിയില്ല, എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങേപ്പോലൊരു മകനെ തന്ന് എന്നെ അനുഗ്രഹിക്കണം, ഈ ദിവസം എന്നെ അതിന് പ്രാപ്തയാക്കണം. അപ്പോൾ ഷഡ്കാല ഗോവിന്ദമാരാര് അവളുടെ കാൽക്കൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, എന്നെ എടുത്തുകൊള്ളൂ. ഒരുപക്ഷെ ഞാൻ വായിച്ച ഒരിടത്തും ഈ അമ്മ എന്നൊരു ഭാവത്തെ, അമ്മ തന്നെയാണ് പറയല്ലോ, ഈ സ്ഥലം വിട്ട് സ്ഥലത്തിലേക്ക് എന്നാണ് പണ്ടാളുകൾ പറയുക. അമ്മയുടെ അമ്മിഞ്ഞ വിട്ട് പ്രണയിനിയിലേക്ക് മാറുന്നതിൻ്റെ സ്തന്യപായികളായ ജനതയുടെ മാതൃസ്വരൂപത്തെ പ്രണയത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഞാൻ ഇതുവരെ വായിച്ചൊരു കൃതിയിലും അങ്ങനൊരു തലമില്ല. അത്തരത്തിലൊരു വല്ലാത്ത മാറ്റം ആ നോവൽ കൊണ്ടുവരും. ഇത് കൽപ്പിതമാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അംബാലിക ഇല്ല. പിന്നീട് അതേ അംബാലികയുടെ ഒരു കുറിപ്പ് കൊടുത്തയക്കുന്നു. ആ അംബാലിക ഗോവിന്ദനെ തേടി തന്നെയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് കൊട്ടാരത്തിലെത്തുന്നത്. ഈ സഞ്ചാരം പ്രാണനെ തേടുന്ന ഒരു അസാധാരണ ഒരു ആശാനൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല, രാഗവൈഭവം കണ്ടോ, നാൽപ്പാമരം പോലെ അരിഞ്ഞു കിടക്കുകയാണ് വാസവദത്ത. പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം, വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുംകൈകളാൽ എന്ന് പറഞ്ഞ ആശാൻ തന്നെ ഒരു പ്രയോജനവുമില്ലാത്ത ആ ശരീരത്തിൽ നിന്ന് തല ഉയർത്തി തൻ്റെ പ്രണയിനിയെ നോക്കുന്നു. അതിൻ്റെ ഏറ്റവും ആധുനികമായ ഒരു ഗദ്യ സാക്ഷാത്കാരം കൂടിയാണ് എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. അത് കവി അംഗീകരിക്കുമെന്നറിയില്ല. എനിക്ക് തോന്നിയത് ആ അസാധാരണത്വമാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതേപോലെ സർഗാത്മകത കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറയുന്നത്
വ്യക്തിയെ ചിത്രണം ചെയ്യുക എന്നതിനപ്പുറത്ത് വ്യക്തിയുടെ മനസ്സിനെ ചിത്രണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആശാൻ്റെ കാര്യം പറയുന്നു, വാസവദത്തയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. ഇപ്പോൾ വാസവദത്തയെ എല്ലാവരും എങ്ങനെയാണ് കണ്ടത്? വാസവദത്തയെ ഒരു ഗണികയായിട്ട്, ഒരു വേശ്യയായിട്ട് കണ്ടു. എന്നാൽ കുമാരനാശാൻ എങ്ങനെയാണ് കണ്ടത്? കുമാരനാശാൻ ഈ ഗണികയ്ക്ക് ഒരു മനസ്സുണ്ട് എന്ന് കണ്ടു. ആ മനസ്സിൻ്റെ ആവിഷ്കാരമാണ് നടത്തുന്നത്. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും എന്നാണ് ഇവിടെ വാസവദത്ത പറയുന്നത്. ആശാൻ്റെ വാസവദത്ത മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. വ്യർത്ഥമായി തോന്നുന്നു, എനിക്ക് പാടാൻ കഴിവുണ്ട്, എനിക്ക് ആടാൻ കഴിവുണ്ട്, എൻ്റെ ആട്ടം എനിക്ക് പ്രിയപ്പെട്ട അവൻ കാണുന്നില്ലെങ്കിൽ എത്ര വ്യർത്ഥമാണ്. എൻ്റെ പാട്ട് അവൻ്റെ കാതുകളിലേക്ക്, അവൻ്റെ മനസ്സുകളിലേക്ക് എത്തുന്നില്ലെങ്കിൽ എത്ര വ്യർത്ഥമാണ്. എനിക്ക് എന്തിനാണ് ഈ ഈ ഈ ഈ ഈ പാദസരവും അതുപോലെ ഈ ഗാനാലാപന വൈഭവവുമൊക്കെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് വാസവദത്ത എന്ന് പറയാൻ ഒരു കവി വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കവിക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ ഇതിലെ അംബാലികയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ബഹിശ്വര പ്രാണനെ തേടിയുള്ള യാത്രയാണ്. ബഹിശ്വര പ്രാണൻ എന്ന് തന്നെ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബഹിശ്വര പ്രാണൻ എന്ന് പറയുന്നത് നമുക്ക് അന്തര്യാമിയായ ഒരു പ്രാണനുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന ആ പ്രാണൻ തന്നെ. പക്ഷേ ഈ ശരീരത്തിന് പുറത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാണൻ ഉണ്ടാവാം. അതാണ് ബഹിശ്വര പ്രാണൻ എന്ന് പറയുന്നത്. ഈ സോൾമേറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ നിലയ്ക്കുള്ള ഒരു സോൾമേറ്റിനെ, ഒരു ബഹിശ്വര പ്രാണനെ തേടിയുള്ള ഒരു യാത്ര അംബാലികയുടെ ഈ ഗോവിന്ദനെ തേടലിൽ ആകെ തന്നെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അംബാലികയുടെ ആ സവിശേഷതയുള്ള ആ മനസ്സിനെ അടയാളപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ ഗോവിന്ദൻ്റെ മനസ്സിനെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഗോവിന്ദൻ്റെ കഥാഖ്യാനം നടത്തുകയല്ല, ഗോവിന്ദൻ്റെ മനസ്സിൻ്റെ ആഖ്യാനം നടത്തുകയാണ് സത്യത്തിൽ ഷഡ്കാലം എന്ന കൃതിയിലൂടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഒട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യവും. തീർച്ചയായും ഈ തിരിച്ചറിയപ്പെടാതെ പോകുന്ന പ്രണയം ഇതിലൊരു അന്തർധാരയാണ്. ഗോവിന്ദൻ അംബാലികയെ തിരിച്ചറിയുന്നില്ല, അതിൻ്റെ ഒരു യാത്ര ഒപ്പമുണ്ട്. ഇത് വർമ്മയുടെ ഒരു പഴയ പ്രമേയമാണ്. മുല്ല പൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്നൊരു പഴയ കവിതയുണ്ട്. ഈ മുല്ല പൂത്തു നിൽക്കുന്നു, ഈ സൗന്ദര്യവും പ്രണയവും ഒക്കെ നമുക്ക് ചുറ്റും പൂത്തു നിൽക്കുന്നു, നമ്മൾ കാണുന്നില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനേ ഒരു വേള നിന്നേർക്ക് നീട്ടില്ല, എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി, സുഗന്ധം പരത്തുന്നതായി നിനക്കായി, പറയൂ നീ പറയൂ. ഇത് പ്രഭാവർമ്മയുടെ പാട്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ കവിതയിലും കാണപ്പെടുന്ന ഒരു ചെമ്പനീർ പൂവിറുത്ത് നിനക്ക് ഞാൻ നീട്ടിയില്ലെങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ നിനക്ക് വേണ്ടി പൂക്കുന്നത്. ഈ ഗോവിന്ദനും അംബാലികയും തമ്മിലുള്ള ഈ പാരസ്പര്യം ആ വിധത്തിൽ ഒരു പക്ഷേ സൂപ്പർ നാച്ചുറലോ പ്രകൃതിദത്തമെന്നോ ഒക്കെ പറയാവുന്ന എന്തോ ഈ ആധിഭൗതികമെന്നോ സ്പിരിച്വൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിനപ്പുറത്തേക്കുള്ള കലയ്ക്ക് മാത്രം സാധ്യമായ ഒരു വിനിമയത്തിൻ്റെ പാതയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ അത്രയധികം ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഈ സമാന്തര സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പരസ്പരം തേടൽ. നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഗുരു തന്നെ എഴുതിയിട്ടുണ്ട്. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ കരുണ. സിനിമയാക്കിയപ്പോൾ ഇതിൽ പാട്ടെഴുതിയത് ഞങ്ങളുടെ ഗുരുനാഥനാണ്, ONV സാറാണ്. അപ്പോൾ ആ രണ്ട് ഗുരുക്കന്മാരെ എങ്ങനെയോ ഈ കവിത തന്നെ ഞാൻ അറിഞ്ഞു. വീണ്ടും വീണ്ടും ഷഡ്കാലം എന്ന കവിത, ഷഡ്കാലം എന്ന കാവ്യം എന്ന് തന്നെ പറയും. കാവ്യസമാനമായ നോവലാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് ചോദ്യമല്ല. ഇത് കൺസീവ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി തന്നെയാണ് വീണ്ടും വീണ്ടും. എന്തുകൊണ്ടായിരിക്കും ഈ ഷഡ്കാലം ഇങ്ങനെ വന്നു ചാടിയത്? എങ്ങനെയാണ്? ആ വഴിക്ക് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എങ്കിൽപ്പോലും ഇപ്പം ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സ് എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ആ മനസ്സിൻ്റെ ആ പിന്നിലേക്കുള്ള യാത്രയിലെ നാഴികക്കല്ലുകളായിട്ട് എൻ്റെ മനസ്സിലിപ്പോൾ അലങ്കോട് ലക്ഷം പാടിയ ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്ക് നീട്ടിയില്ല,
എന്ന ആ പാട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മുല്ലപൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്ന പാട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ തന്നെ മനസ്സിൽ ഏതോ സന്ദർഭത്തിൽ വിടരാതെ പോയ ഒരു പ്രണയത്തിൻ്റെ പൂവ്, അതിൻ്റെ സുഗന്ധം എന്നെ തേടി വരുന്നുണ്ടാവണം. അതായത് പണ്ടെന്നോ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹം, ആ സ്നേഹം നമ്മളെ തന്നെ തേടി വരിക. എൻ്റെ മുമ്പിൽ ഒരു പൂവ് വന്ന് വിടർന്നു നിൽക്കുന്നു. ഈ പൂവ് എവിടെ നിന്ന് ഇങ്ങനെ വന്നു, എന്നെ പിന്തുടർന്ന് എന്നോണം ഇത്രയും കാലം കടന്നെന്നവണ്ണം ഈ പൂവ് വന്ന് വിടരാൻ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഈ പൂവിൻ്റെ വള്ളി ഇങ്ങനെ നീണ്ട് ഏതാണ്ട് എൻ്റെ ബാല്യകൗമാരങ്ങളിലേക്ക് എത്തി നിൽക്കുക. അതിൻ്റെ വേരുകൾ ആ ബാല്യകൗമാരങ്ങളിലാണ്. ആ ബാല്യകൗമാരങ്ങളിൽ വേരുകളുള്ള ആ വള്ളി ഇങ്ങനെ പടർന്ന് എൻ്റെ ഇന്നത്തെ ജീവിതാവസ്ഥയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ നിലയ്ക്ക് ഉള്ള എന്തൊക്കെയോ ഗൃഹാതുരത കലർന്ന എന്തൊക്കെയോ ഒരു ലോങ്ങിങ് ഒരു പക്ഷേ ഇതിനകത്തുണ്ടാവാം. അതുകൊണ്ടാവാം ഈ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന കഥാപാത്രത്തെ ഞാൻ തിരഞ്ഞെടുത്തതും അവിടെ അംബാലിക എന്നൊരു കഥാപാത്രത്തെ സന്നിവേശിപ്പിച്ചതും എന്നെനിക്ക് തോന്നുകയാണ്. പ്രണയത്തിൽ നിശബ്ദമായൊരു വിനിമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയേണ്ടതായത്, ഞാൻ ഈ നോവലിൽ ഒരു വ്യക്തിയുടെ ജീവിത ചിത്രണം നിർവഹിക്കുകയല്ല ചെയ്തതെന്ന് പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ രൂപഘടന ആവിഷ്കരിക്കുകയല്ല ചെയ്തതെന്ന് പറഞ്ഞല്ലോ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ചിത്രീകരണമാണ് ഞാൻ സാധ്യമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ശരീരം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപഘടന ഒക്കെ ഇമ്മറ്റീരിയൽ ആവുകയും ഈ ഒരു കാര്യം മാത്രം മാറ്റർ ചെയ്യുകയും ചെയ്യുക, ആ വ്യക്തിയുടെ മനസ്സ് മാത്രം മാറ്റർ ചെയ്യുകയും ചെയ്യുക. അതേപോലെ ഉള്ള ഒരു അനുഭവം ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പ്രണയത്തിൽ. ഐ ലവ് യു എന്നൊരു കടലാസിൽ എഴുതി കൊടുത്തിട്ടല്ല പ്രണയം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഒരു വാക്കുകൊണ്ടും എഴുതി കൊടുക്കാതെ, ഒരു വാക്കും പറയാതെ തന്നെ എനിക്ക് ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ, സവിശേഷമായ ഒരു പ്രണയമുണ്ടെങ്കിൽ, ഒരു അനുരാഗമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. ടു ഫാൾ ഇൻ ലവ് എന്നല്ലേ പറയുന്നത്. അതിനൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. പലപ്പോഴും അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പലർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അനുരാഗ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നും വരാം. ഏതായാലും പ്രണയത്തിൻ്റെ ഒരു നിശബ്ദ വിനിമയം, അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ച പാട്ടുകളും കവിതകളും ഒക്കെ തന്നെ അനാവരണം ചെയ്യുന്നത്. അതേപോലെ എന്തോ ഒന്ന് ഇതിലുമുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടിലൊരു മുല്ല പൂത്തു. അപ്പോൾ മുല്ല പൂത്തിട്ടുണ്ടെങ്കിൽ നമ്മളതെങ്ങനെയാണ് അറിയുക? ഒരാൾ കടന്നു വന്നിട്ട് ഇതേ നിങ്ങളുടെ വീട്ടിലുള്ള മുമ്പിലത്തെ മുല്ലയുണ്ടല്ലോ അത് പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ? അങ്ങനെയല്ല അറിയേണ്ടത്. പിന്നെയോ അതിൻ്റെ ഒരു സൗരഭം വന്ന് നമ്മളെ അറിയിക്കും ഈ മുല്ല പൂത്തിരിക്കുന്നു എന്ന്. ആ വിധത്തിലുള്ള ഒരു സൗരഭം, അതാണ് പ്രണയം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രണയത്തിൽ നിന്ന് പ്രസരിക്കുന്നത് ആ വിധത്തിലുള്ള ഒരു ചൈതന്യ സത്തയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവിഷ്കരണമാണ് ഈ ഷഡ്കാലം എന്ന പൂജ്യത്തിലെത്തി. തീർച്ചയായും മതങ്ങളുടെ ആത്മീയത മനുഷ്യരെ വേട്ടയാടുന്ന കാലത്ത് പ്രണയത്തിൻ്റെ ആത്മീയതയ്ക്ക് ആശാനുശേഷം ഈ രണ്ടാം മനുഷ്യ നവോത്ഥാന കാലത്തും വലിയ പ്രസക്തിയുണ്ടെന്ന് പഠിപ്പിക്കുന്ന നോവലാണ് ഷഡ്കാലം എന്ന് ചുരുക്കി പറഞ്ഞ് ഞങ്ങളുടെ ഈ സംവാദം അവസാനിപ്പിക്കാം.